മണ്ണാർക്കാട്ടെ UDF സ്ഥാനാർത്ഥി ഇത്തവണ മണ്ണാർക്കാട്ടുകാരൻ തന്നെയാവണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ. 2011 മണ്ണാർക്കാട്ടെ പ്രത്യേക സാഹചര്യത്തിലാണ് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള എൻ ഷംസുദ്ദീനെ UDF സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത്. മണ്ണാർക്കാട് നിന്ന് തുടർച്ചയായി 3 തവണ MLA ആയ അദ്ദേഹം മാറണമെന്നും മണ്ണാർക്കാട്ടുകാരനായ ഒരാളെ പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. അലനല്ലൂരിൽ നടന്ന നേതൃ ക്യാമ്പിൽ മണ്ണാർക്കാട്ടുകാരൻ സ്ഥാനാർത്ഥിയാവണമെന്ന് തീരുമാനിച്ചതാണ്. അതില്ലെന്ന മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായന്റെ വാദം ശരിയല്ല. മിനിറ്റ്സിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കല്ലടി അബൂബക്കർ പറഞ്ഞു. അതിൽ ഞങ്ങൾ വ്യക്തിപരമായി അല്ല, പൊതുവെ പുറത്തുള്ള ഒരു സംസാരം അങ്ങനെ ഉണ്ട്. പക്ഷെ അത് പാർട്ടി എടുത്ത തീരുമാനമൊന്നുമല്ല. പാർട്ടി എടുത്ത തീരുമാനം ഷംസുദ്ദീൻ എന്നൊരു MLA, നിലവിലുള്ള MLAക്ക് എതിരല്ല. മണ്ണാർക്കാട്ടുകാർക്ക് ഒരു അടുത്ത പ്രാവശ്യം നിൽക്കണമെന്ന് പാർട്ടി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ മിനിറ്റ്സ് അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. ഒരു ക്യാമ്പിലാണ്. അത് ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് വേണ്ടി എടുത്തു വെച്ചൊന്നുമല്ല. അന്ന് അവിടെ വെച്ചൊരു തീരുമാനം ഇങ്ങനെ പറഞ്ഞു, നെക്സ്റ്റ് ടൈം നമുക്ക് മണ്ണാർക്കാട് ആരെങ്കിലും ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാവോ? ആ തീരുമാനം നടപ്പിലാവുമെന്ന് വെച്ചാൽ അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അതിനോടൊന്നും പാർട്ടി മീൻസ് സംസ്ഥാന നേതാക്കൾ. അപ്പൊ നിലവിൽ മണ്ണാർക്കാടുകാർ വേണം, അങ്ങനെ ഒരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട്. ഇല്ല എന്നിപ്പോൾ ആര് പറഞ്ഞാലും അത് നടന്നതാണ്. അത് ആ ക്യാമ്പിൽ സംബന്ധിച്ച എല്ലാവർക്കും അറിയാം. പിന്നെ അതൊരു പരസ്യമായിക്കൊരു വെല്ലുവിളിയോ അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. ഞാനിപ്പോൾ ആ സമയത്ത് അറിയുന്ന കാര്യമാണ്. ഏകദേശം ഒരു 6-7 മാസമായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 6-7 മാസമായി കാണും. അങ്ങനെ അന്ന് അവിടുന്ന് അങ്ങനെ ഒരു തീരുമാനം അത് പറഞ്ഞ് ഇന്നത്തെ ഈ ചുറ്റുപാട് വെച്ചല്ല സംസാരിച്ചത്. ഇനി നമുക്ക് മണ്ണാർക്കാട് നിന്ന് ആരെങ്കിലും ഒരാളായിരിക്കണം മത്സരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് സംസാരിച്ചത്. അപ്പം അങ്ങനെ മണ്ണാർക്കാട് ഒരു സ്ഥാനാർത്ഥി തീരുമാനിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മണ്ണാർക്കാട് തന്നെ തമ്മിൽ കലഹമില്ലാതെ ഒരു ഒറ്റപ്പേരിലേക്ക് എത്തുമോ? അത് ഒരു സാധാരണ വാർഡ് ഇലക്ഷനിൽ പോലും 2-3 ആളുകളെ പേര് വരാറുണ്ടല്ലോ. ഒരു വാർഡിൽ 2-3 ആളുകളെ പേര് വരും. അത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ആരാണ് നല്ലത് അവിടെ എന്ന് നോക്കി അവിടെ തീരുമാനിക്കും. അവിടുന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞാൽ ജില്ലയിൽ പോകും. അപ്പോൾ കോട്ടോപ്പാട് തന്നെ പണ്ടൊരു പ്രാവശ്യം ഒരു വാർഡിൻ്റെ തീരുമാനം സ്റ്റേറ്റിൽ നിന്ന് വെച്ചിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അത് ഞങ്ങളെ സംബന്ധിച്ച് അതിന് വേറെ പാർലമെൻ്ററി ബോർഡൊന്നുമില്ല. ഞങ്ങളെ മേലെ പാണക്കാട് നിന്നൊരു തീരുമാനം വന്നാൽ തന്നെയാണ് തീരുമാനം. പാണക്കാട് അന്വേഷിച്ചിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ ആ തീരുമാനം ശിരസ വഹിക്കുന്ന സ്വഭാവമാണ് മുസ്ലിം ലീഗുകാർക്ക്. ഇതിലിപ്പോൾ ഈ സംസാരം ഇപ്പോൾ വരാൻ കാരണം അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ സമയത്ത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ ലീഗിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം കാരണം ഒരു ലീഗിൻ്റെ മണ്ഡലമായ മണ്ണാർക്കാട് മണ്ഡലം കിട്ടണമെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വെക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു തീരുമാനം വന്നു. ഞങ്ങളത് ശിരസ വഹിച്ച് ഭംഗിയായി അദ്ദേഹത്തെ ജയിപ്പിക്കുകയും 3 വട്ടം മണ്ണാർക്കാടിൻ്റെ MLA ആയി എല്ലാ നിലക്കും, ഞാൻ അയാളെ മോശമായി ചിത്രീകരിക്കുന്നില്ല, എല്ലാ നിലക്കും ഭംഗിയായി നടത്തിയിട്ടുണ്ട്. അയാളുടെ കടമ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിയിലെ ഒരു തീരുമാനം പഞ്ചായത്തിലുണ്ട്, അത് അസംബ്ലിയിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് 3 വട്ടം ആയതുകൊണ്ട് മാറ്റി നിർത്തും എന്നുള്ള ചർച്ച ഇപ്പോഴും അങ്ങനെ കേൾക്കുന്നുണ്ട്. അത് ഷംസുദ്ദീൻ എന്ന ആൾക്ക് വരുമോ അല്ല വേറുള്ളവർക്കാണ് വരുന്നതെന്നറിയില്ല. പാർട്ടിയിൽ 3 വട്ടം മത്സരിച്ച പോലെയൊക്കെ നിർബന്ധമായി ആവശ്യമുള്ള നേതാക്കളെ നിലനിർത്തിക്കൊണ്ട് എന്ന് പറയുന്നൊരു ഡോക്ക് മേലെ നിന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ 3 വട്ടം കഴിഞ്ഞ ഒരാളെ ഇനി നമ്മൾ ആവശ്യപ്പെട്ടാൽ കിട്ടും എന്നുള്ള നിലക്കാണ് ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടത്. ഒരാൾക്ക് വേണ്ടിയല്ല, മണ്ണാർക്കാട്ടിന് ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനി അല്ല പാർട്ടി അവസാന തീരുമാനം വരുമ്പോൾ ഞങ്ങൾ അതിനോട് യോജിക്കും. ഏതൊക്കെയാണ് ഇപ്പോൾ ഈ കാര്യം മണ്ണാർക്കാട് നാളെ ഏതൊക്കെ ഘടകത്തിൽ അറിയിച്ചിട്ടുണ്ട്? അല്ല, ഞങ്ങൾ അറിയിക്കേണ്ട ബാധ്യത ഉള്ളത് ഒന്ന്, അത് മണ്ഡല തീരുമാനമായിട്ട് ആരും പോയിട്ടില്ല. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടു മണ്ഡലത്തിൻ്റെ തീരുമാനം നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മണ്ഡലം ഒരു തീരുമാനം എടുത്തിട്ടില്ല. മണ്ഡല കമ്മിറ്റി കൂടിയിട്ട് കുറച്ച് കാലമായി, പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കൂടിയ. അപ്പോൾ മണ്ഡലം തീരുമാനമല്ലാതെ പാർട്ടിയുമായി ബന്ധമുള്ള നേതാക്കളെ, അത് ഞങ്ങളെ നേതാക്കളെ എന്ന് പറഞ്ഞാൽ ദേശീയ സെക്രട്ടറി ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതേപോലെ സംസ്ഥാന സെക്രട്ടറി, ഇവരെ ഞങ്ങളത് അറിയിപ്പിച്ചവർ ഞങ്ങൾ ആരോടും പറയാൻ വേണ്ടിയല്ല. ഇപ്പം അത് മണ്ണാർക്കാട്
കേരളം മുഴുവൻ ചർച്ച ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് പറയുന്നു. ഇത് ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. 3 വട്ടം എന്നുള്ള നിബന്ധന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി വേറെ വല്ല സ്ഥാനങ്ങളിലേക്കും വെക്കുകയാണെങ്കിൽ പിന്നെ ഇനി മണ്ണാർക്കാട് നിന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇവിടെ മത്സരിക്കരുത് എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് നേരത്തെ പോയി അത് പറഞ്ഞത്. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.